ഒപ്പം കിടന്നുറങ്ങിയ 5 പേർ മരിച്ചു. എല്ലാവരും നല്ല ഉറക്കത്തിലായിരുന്നു. നടുക്കുന്ന ഓർമ്മകൾ വിട്ടുമാറാതെ ദേവി. നാട്ടിക ലോറി അപകടത്തിൽ തൻ്റെ ഉറ്റവരെ നഷ്ടപ്പെട്ട നടുക്കം മാറാതെ മോർച്ചറിക്ക് മുന്നിൽ നിന്ന് വിലപിക്കുകയാണ് ദേവി. പരസ്പര ബന്ധങ്ങളുള്ള 5 കുടുംബങ്ങളിൽ നിന്നുള്ള 20ഓളം പേരാണ് നാട്ടിക ദേശീയപാത വഴിയോരത്ത് തിങ്കളാഴ്ച രാത്രി ഉറങ്ങാൻ കിടന്നത്. പാലക്കാട് ജില്ലയിൽ മീങ്കര ഡാമിന് സമീപമുള്ള ചമ്മനംകോട് കോളനി നിവാസികളാണ് ഇവർ. പകൽ അന്തിയോളം പണിയെടുത്ത് രാത്രി അന്തിയുറങ്ങുന്നത് റോഡരികിൽ. നാടോടികളായി ജീവിക്കുന്ന ഇവരുടെ പ്രധാന തൊഴിൽ കക്കൂസ് കുഴികൾ വൃത്തിയാക്കുകയാണ്. എല്ലാവരും ഗാഠനിദ്രയിൽ അകപ്പെട്ട് പുലർച്ചെ 4-ലാണ് ലോറി ഇവർ കിടന്നുറങ്ങിയിരുന്ന ടെന്റിന് മുകളിലേക്ക് പാഞ്ഞു കയറിയത്. മൃതശരീരങ്ങൾക്ക് മുകളിലൂടെ മുന്നോട്ട് കയറിയിറങ്ങിയ ലോറി വീണ്ടും പിന്നോട്ട് എടുത്തതും അപകടത്തിൻ്റെ ആക്കം കൂട്ടി. കാളിയപ്പൻ, ഭാര്യ നാഗമ്മ, മരുമകൾ ബംഗാരി എന്ന് വിളിക്കുന്ന രാജേശ്വരിയുടെ 1 വയസ്സുള്ള മകൾ വിശ്വ, ബന്ധുവായ മറ്റൊരു 4 വയസ്സുള്ള ആൺകുട്ടി ജീവ എന്നിവർക്കാണ് സംഭവസ്ഥലത്ത് വെച്ച് ജീവൻ നഷ്ടമായത്. ഡ്രൈവറും ക്ലീനറും വളരെയധികം മദ്യപിച്ചിരുന്നതായി പറയുന്നു. കൂട്ടത്തിലുള്ളവർക്ക് അപകടം പറ്റിയത് ആദ്യം അറിഞ്ഞില്ല. പിന്നീട് ടോർച്ച് അടിച്ചു നോക്കിയപ്പോഴാണ് തങ്ങളുടെ ഉറ്റവർ ചതഞ്ഞരിഞ്ഞു കിടക്കുന്നതായി കണ്ടതെന്നും ദേവി പറഞ്ഞു. ഒരു 4 മണിക്ക് 2 ട്രിപ്പാണ് വന്ന് അയാൾ ഇടിച്ചിട്ട് പോയത്. അവനല്ല അവിടെ കടന്നത്, ഇവന്റെ മേലെ കടന്നത്, ബാക്കിയുള്ള എല്ലാവരും ഒരേ സൈഡാണ് കടന്നത്. അപ്പോൾ അവിടെ വലിയ വലിയ വണ്ടിയെല്ലാം വരും. അപ്പം ഞങ്ങളെ നോക്കൂ. അപ്പോൾ അയാൾക്കെല്ലാം ഞങ്ങൾക്ക് അറിയാം. ഇത് ഒരു 4 മണിക്ക് നല്ല പിറ്റ്, 2 പേത്തിന് നല്ല പിറ്റാണ്. പിറ്റെടുത്ത് മൊത്തം ഇടിച്ചിട്ടേ പോയിട്ട് അയാൾ അങ്ങോട്ട് 2 പേര് ഓടിപ്പോയിട്ട് എൻ്റെ അനിയന്മാർ ഓടി വന്ന് അവനെ 2 പേര് പിടിച്ചിട്ട് വന്ന് 2ാമത് വണ്ടി റിസേർട്ട് എടുത്ത്. ബന്ധുക്കളായ ദേവേന്ദ്രൻ, ജാൻസി, വിജയ്, ചിത്ര, ശിവന്യ എന്നിവരും ഗുരുതരമായി പരിക്കേറ്റ് ആശുപത്രികളിൽ അത്യാഹിത വിഭാഗത്തിലാണ്. സ്ത്രീകളും കുട്ടികളും വൃദ്ധരും അടങ്ങുന്നതാണ് നാടോടി സംഘം. ഇവരിൽ ഭൂരിഭാഗം പേരും ഇപ്പോൾ ഒറ്റപ്പെട്ട നിലയിലാണ്.